അക്രമിനിയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഏറ്റവും വലിയ അക്രമിനിയാണ് പടച്ചവനെ. കൊലപാതകം നടത്തുന്നവനല്ല, കണ്ടുകുടിച്ച് നടക്കുന്നവനല്ല, വ്യഭിചരിച്ചു നടക്കുന്നവനല്ല, ശിർക്ക് ചെയ്ത് നടക്കുന്നവനല്ല, പടച്ചറപ്പിനെ മറന്നുകൊണ്ട് ദുനിയാവിന്റെ തുലിക്ക് മുകളിലൂടെ നടന്നു പോകുന്ന മനുഷ്യനല്ല. പിന്നെ ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ നിന്റെ മുന്നിൽ ഓതപ്പെട്ടിട്ട് അതിനെ നിസാരമാക്കുകയാണ്. നിസ്കരിക്കണമെന്ന് പറയുമ്പോ, ഖുർആൻ ഓതണമെന്ന് പറയുമ്പോ, സദഖ കൊടുക്കണമെന്ന് പറയുമ്പോ, പടച്ചവനെ പേടിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് പറയുമ്പോ അല്ലാഹുവേ നിസാരമായി തള്ളിക്കളയുകയാണ്. നിസ്കാരമെന്ന് പറയുന്നത് പ്രായമുള്ളവർക്കുള്ളതാണ്, പടച്ചവനെ ഞങ്ങൾക്കുള്ളതല്ല. ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം വെള്ളിയാഴ്ച മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബേ അവഗണിക്കുന്നവരുണ്ടല്ലോ. പരിശുദ്ധമായ ഖുർആൻ ഓതണമാ. ഖുർആനിന്റെ മഹത്വവും അതിന്റെ ശ്രേഷ്ഠതയും അതിന്റെ പ്രതിഫലത്തെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഖുർആനിനെ നമ്മൾ പരിഗണിക്കാതെ വരുമ്പോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ടല്ലോ. പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുന്നിൽ പറയപ്പെട്ടിട്ട്, ആ ഖുർആൻ ഓതപ്പെട്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ പടച്ചവനെ നമുക്കൊന്നും നന്നാകാ തോന്നുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എത്രയോ പേരെ നന്നാക്കിയല്ലോ. പടച്ചവനെ, കാട്ടാളനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഖത്താബിന്റെ മകനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനായിരുന്നല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നരകത്തെ കുറിച്ച് പറയുന്നില്ലോ, ഖബറിനെ കുറിച്ച് പറയുന്നില്ലോ, പരലോകത്തെ കുറിച്ച് പറയുന്നില്ലോ.